ഈ പറയുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്ക് പിണങ്ങിയിരുന്നു. അവർ പിണങ്ങിയും ഒക്കെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇടക്കാലത്ത് ഈ യുവാവിനെതിരെ ഈ സ്ത്രീ തന്നെ പോലീസിൽ പരാതി നൽകുകയും അതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ യുവാവിനെ ഒഴിവാക്കാൻ ഈ സ്ത്രീ തീരുമാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ യുവാവിനെ ഏത് വിധേനയും ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ യുവതി എത്തി. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം അവിടെ വെച്ച് ഇയാൾക്ക് വിഷം കൊടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ യുവതിയെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ യുവതി ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. താൻ തന്നെയാണ് വിഷം കൊടുത്തതെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അറസ്റ്റൊന്നും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ വിഷാംശം കലർന്ന ഒരു കുപ്പി, അതായത് എന്താണോ ഇയാൾക്ക് കൊടുത്തതെന്ന് പറയപ്പെടുന്നത് അതിനോട് സാമ്യമുള്ള വിഷാംശം കലർന്ന ഒരു കുപ്പി അവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് വാങ്ങിയ സ്ഥലം പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ 10 മണിക്ക് കളമശ്ശേരിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് വിഷം ചെന്നാണ് എന്ന് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.